പൂരം വീഴ്ചയിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ നടപടി. അങ്കിത് അശോകനെ സ്ഥലം മാറ്റി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെയാണ് നടപടി. ACP സുദർശനും മാറ്റം. അനന്തകൃഷ്ണനും തൃശൂരിൽ നിന്ന് MS ലിഷോയും വിവരങ്ങളുമായി ചേർന്നുണ്ട്. ആദ്യം അനന്തകൃഷ്ണനിലേക്ക് പോവുകയാണ്. അനന്തൻ, അതിവേഗം നടപടിയാണ്. അത്രത്തോളം പൂരം അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. പിന്നാലെ നടപടിയും വന്നിരിക്കുന്നു. വിവരങ്ങൾ. പൂജ, തൃശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളായ വെടിക്കെട്ട് അടക്കമുള്ള ചടങ്ങുകൾ അലങ്കോലമായത് പോലീസിന്റെ അമിതമായ ഇടപെടൽ മൂലമാണ്, പോലീസിന്റെ നിയന്ത്രണങ്ങൾ മൂലമാണ് എന്നുള്ള പരാതി വ്യാപകമായി ഉയർന്നിരുന്നു. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ അടക്കം ഈ പോലീസിനെതിരെയുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണിപ്പോൾ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെയും അവിടുത്തെ ACP സുദർശനെയും സ്ഥലം മാറ്റാൻ സർക്കാർ തീരുമാനിച്ചത്. ഇരുവരെയും സ്ഥലം മാറ്റിയെങ്കിലും രണ്ടുപേർക്കും പകരം പോസ്റ്റിംഗ് നൽകിയിട്ടില്ല. പകരം ചുമതല ആരാണ് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ ഉത്തരവായി ഇറങ്ങുകയും ചെയ്യും. ഏതായാലും പൂരം നടത്തിപ്പ് അലങ്കോലമാക്കിയതിന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെയും ACP സുദർശനെയും സ്ഥലം മാറ്റി സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇരുവർക്കുമെതിരെയുള്ള നടപടിയാണ്. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി മാത്രമേ ഈ നടപടിയിലേക്ക് പോകാൻ കഴിയൂ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി വാങ്ങിയ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയും ഇപ്പോൾ സർക്കാർ തലത്തിൽ നടപടിയെടുത്തിരിക്കുന്നത്. മാത്രമല്ല, പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഉയർന്നിരിക്കുന്ന മുഴുവൻ പരാതികളും അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബിനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെയും മാത്രമല്ല കേരളത്തിൻ്റെയും വലിയ ഉത്സവമാണ്. ആ പൂരം പൂർണ്ണമായും അലങ്കോലപ്പെടുത്തുന്ന രീതിയിലേക്ക് പോലീസ് നടപടികൾ പോയത് സർക്കാരിന് വലിയ ക്ഷീണമുണ്ടാക്കി. മാത്രമല്ല, കടുത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിൽ അത് ഇടതുമുന്നണിക്കും വലിയ ക്ഷീണം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് അടിയന്തരമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. തീർച്ചയായും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉൾപ്പെടെ അലങ്കോലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ പോലും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നതാണ്. പലതരത്തിലുള്ള വീഡിയോകൾ, ദൃശ്യങ്ങൾ കാണുന്ന പോലെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സംഭവവികാസങ്ങളുടെ ഓരോ വീഡിയോകൾ പോലും പുറത്തു വന്നതാണ്.